എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ HSSTക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്. അപ്പോൾ നമുക്ക് മാത്സ് അല്ലാത്ത പാർട്ടും നമുക്ക് ഉണ്ടാവും അല്ലേ? എന്താണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും മറ്റ് ക്വസ്റ്റ്യൻസും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് പറയാൻ പോണത്. ക്വസ്റ്റ്യൻ നോക്കിയോളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ക്രൂഷ്യൽ ഫാക്ടർ ഫോർ ഫോസ്റ്ററിങ് എ പോസിറ്റീവ് ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല ഒരു അധ്യാപക വിദ്യാർത്ഥി ബന്ധം വളർത്തുന്നതിന് ഏതാണ് ഇതിൽ നിർബന്ധമായിട്ടുള്ളത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് നോക്കൂ. മെയിൻറ്റെയിനിങ് എ ഡിസ്റ്റന്റ് ആൻഡ് ഓതറേറ്റീവ് ഡിമേന, അങ്ങനെ പറഞ്ഞാൽ എന്താണ്? വിദൂരവും ആധികാരികവുമായ പെരുമാറ്റം, അത് നിലനിർത്തുക. അല്ലെങ്കിൽ വിദൂരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിദ്യാർത്ഥികളുമായിട്ട് അധികം ഇടപഴകില്ല എന്നുള്ള അർത്ഥമാണ് ആക്കുന്നത്. ഇഗ്നോറിങ് സ്റ്റുഡൻസ് പേഴ്സണൽ എക്സ്പീരിയൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട്, വിദ്യാർത്ഥികളുടെ വ്യക്തിപരമായ അനുഭവങ്ങളും പശ്ചാത്തലങ്ങളും അവഗണിക്കുക എന്നുള്ളതാണ് അർത്ഥാക്കണത്. ഇനി നെക്സ്റ്റ് എന്താണ്? ഡെമോൺസ്ട്രേറ്റിംഗ് എംപതി, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റെസ്പെക്റ്റ്. അതെന്താണ്? സഹാനുഭൂതി, മനസ്സിലാക്കല്, ബഹുമാനം എന്നിവ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം മിനിമൈസിങ് സ്റ്റുഡൻറ് പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസ്കഷൻ, ചർച്ചകളിൽ വിദ്യാർത്ഥികൾക്ക് പങ്കാളിത്തം ഇല്ലാണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ ഏതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻഷിപ്പിന്? നമുക്കറിയാം അല്ലേ? ഡെമോൺസ്ട്രേറ്റിംഗ് എംപതി, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റെസ്പെക്റ്റ് ആണെന്ന്. അപ്പൊ ഏതാണ് ആൻസർ വരിക? സി എന്നുള്ളതല്ലേ ആൻസർ വരിക. അപ്പൊ ഓരോന്നും ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് പിന്നെ കൂടുതൽ സെക്കൻഡ് ടൈം നമുക്ക് പഠിക്കേണ്ടി വരില്ല. അപ്പൊ നമ്മൾ ആദ്യം തന്നെ പഠിച്ചു പോകുമ്പോൾ തന്നെ നന്നായി ചെയ്യാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ഫ്ലിപ്ഡ് ക്ലാസ് റൂം മോഡൽ, വാട്ട് ഈസ് ദ പ്രൈമറി റോൾ ഓഫ് ഇൻ ക്ലാസ് ടൈം? അതായത് എന്താണ് ഫ്ലിപ്പ് ക്ലാസ് റൂം മോഡല് എന്നുള്ള ക്ലാസ്? അപ്പൊ ക്ലാസ് സമയത്തിന്റെ എന്താണ് പരിധി അല്ലെ? അതായത് ട്രഡീഷണൽ ലെക്ചേഴ്സ് ആണോ വേണ്ടേ? ഹോംവർക്ക് അസൈൻമെന്റ് ആണോ വേണ്ടേ? കൊളാബറേറ്റീവ് ആൻഡ് ഇന്ററാക്റ്റീവ് ആക്ടിവിറ്റീസ് ആണോ? സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിംഗ് ആണോ? അതായത് ഇവിടെ പറയുന്നത് ട്രഡീഷണൽ ലെക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായിട്ടുള്ള പ്രഭാഷണങ്ങൾ എന്നുള്ള അർത്ഥമാണ്. ഹോംവർക്ക് അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഹോംവർക്ക് കൊടുക്കുന്നതാണ്. കൊളാബറേറ്റീവ് ആൻഡ് ഇന്ററാക്റ്റീവ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സഹകരണവും സംവേദനപരവുമായ പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ് അർത്ഥാക്കണത്. അപ്പൊ ഇതിൽ ഏതാണ് കൂടുതലായും യോജിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ ഏതാണ് ഓപ്ഷൻ? കൊളാബറേറ്റീവ് ആൻഡ് ഇന്ററാക്റ്റീവ് ആക്ടിവിറ്റീസ് അല്ലേ? അപ്പോൾ ഏതാണ്? സി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ഇതിൽ സി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ, ഇതിലും സി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ടീച്ചിങ് ഈസ് ടു, എന്താണ് അധ്യാപനത്തിന്റെ പ്രധാന ലക്ഷ്യം എന്നുള്ളതാണ്. മെയിൻറ്റെയിൻ സ്ട്രിക്റ്റ് ക്ലാസ് റൂം ഡിസിപ്ലിൻ, നമുക്ക് കർശനമായിട്ട് ക്ലാസ് റൂമിൽ അച്ചടക്കം പാലിക്കുക എന്നുള്ളതാണോ? അതോ ഡെവലപ്മെന്റ് എ സെൻസ് ഓഫ് കോമ്പറ്റീഷൻ എമംഗ് സ്റ്റുഡൻസ്, വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു മത്സരബോധം വളർത്തിയെടുക്കുക എന്നുള്ളതാണോ? അതോ ഫെസിലിറ്റേറ്റ് ലേണിംഗ് ആൻഡ് പ്രൊമോട്ട് അണ്ടർസ്റ്റാൻഡിങ്, പഠനം സുഗമമാക്കും ധാരണ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണോ വേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ അതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ടീച്ചിങ് എന്താണ്? നമുക്കറിയാം അല്ലേ? ഏതാണ്? ഫെസിലിറ്റേറ്റ് ലേണിംഗ് ആൻഡ് പ്രൊമോട്ട് അണ്ടർസ്റ്റാൻഡിങ് ആണെന്ന്. അപ്പോൾ ഓൺലി 3 എന്നുള്ളതാണ് ഓപ്ഷൻ. അപ്പോൾ സി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് കോഗ്നിറ്റൈസ് ആട്രിബ്യൂട്ട് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ കോൺസെപ്റ്റ് ഓഫ് ദ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? എന്താണത്? അതുമായി ബന്ധപ്പെട്ടുള്ള വൈജ്ഞാനികമായ ആട്രിബ്യൂട്ട് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്?
മാസ്റ്ററി ഓഫ് ഇൻഡിപെൻഡന്റ് ടാസ്ക്, അതായത് സ്വതന്ത്ര ജോലികളുടെ വൈദഗ്ധ്യം എന്നുള്ളതാണോ, അതോ ടാസ്ക് ദാറ്റ് ആർ ടു ഡിഫിക്കൽട്ട് ഫോർ ദ ലേണർ, അതായത് പഠിതാവിന് വളരെ ബുദ്ധിമുട്ടുള്ള ജോലികൾ എന്നുള്ളതാണോ, അതോ ടാസ്ക് ദാറ്റ് ക്യാൻ ബി പെർഫോംഡ് വിത്ത് അസിസ്റ്റൻസ്, ഒരാളുടെ സഹായത്തോടെ കഴിയാൻ പറ്റുന്ന ജോലികളാണോ, അതോ ഇവാലുവേഷൻ ഓഫ് പ്രയർ നോളജ്, മുൻ അറിവിന്റെ വിലയിരുത്തലാണോ, ഏതാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന്റെ അസോസിയേറ്റ് ചെയ്യണത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കണേ. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ടാസ്ക് ദാറ്റ് ക്യാൻ ബി പെർഫോംഡ് വിത്ത് അസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടീച്ചർ സ്റ്റുഡന്റ് rapport and communication skills are examples of ഏതിൻ്റെയാണെന്നാണ് ചോദിച്ചിരിക്കണേ. അതായത് അധ്യാപക വിദ്യാർത്ഥി ബന്ധം, ആശയവിനിമയങ്ങളും അവയുടെ ഉദാഹരണങ്ങളാണ് ചോദിക്കണത്. അപ്പൊ എന്താണ്? ഇന്റേണൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടീച്ചിങ്, അങ്ങനെയാണോ? അതായത് ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ആന്തരികമായ ഘടകങ്ങൾ, അധ്യാപനത്തെ ബാധിക്കുന്ന ആന്തരികമായ ഘടകങ്ങൾ, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടീച്ചിങ് ആണോ, അധ്യാപനത്തെ ബാധിക്കുന്ന ബാഹ്യ ഘടകങ്ങളാണോ, അതോ അധ്യാപനത്തെ ബാധിക്കുന്ന പിന്നെന്താണ് സോഷ്യോ എക്കണോമിക് എന്ന് പറഞ്ഞാൽ എന്താണ്, സാമൂഹിക സാമ്പത്തിക ഘടകങ്ങൾ, അതാണോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കണേ. അധ്യാപന വിദ്യാർത്ഥി ബന്ധവും ആശയവിനിമയ കഴിവുകളും ഉദാഹരണങ്ങൾ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് ഉദാഹരണം ഏതാണ് പറയാൻ പറ്റുക? നോക്കി നോക്കൂ, ഇതിലേതാണ് നമുക്ക് ആൻസർ ആയിട്ട് പറയാൻ സാധിക്കുക? അതായത് ഇന്റേണൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടീച്ചിങ് ആണ് അല്ലെ. അപ്പൊ എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. അപ്ലൈഡ് റിസർച്ച് ഈസ് പ്രൈമറിലി കണ്ടക്റ്റഡ് ടു, പ്രായോഗിക ഗവേഷണം അതാണ് അപ്ലൈഡ് റിസർച്ച്. അത് പ്രധാനമായും നടത്തുന്നത് എന്താണ്? എക്സ്പാൻഡഡ് തിയററ്റിക്കൽ നോളജ് വിത്തൗട്ട് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, അതായത് പ്രായോഗികമല്ലാത്ത സൈദ്ധാന്തിക പരിജ്ഞാനം എന്നുള്ളതാണ് അർത്ഥാക്കണത്. അതായത് നമ്മൾ തിയറി മാത്രം പഠിക്കുക, പ്രാക്ടിക്കലി ഇല്ലാണ്ടിരിക്കുക, അങ്ങനെയുള്ളതാണ് അർത്ഥാക്കണത്. പിന്നെന്താണ്? അഡ്രസ് സ്പെസിഫിക് റിയൽ വേൾഡ് പ്രോബ്ലംസ് ആൻഡ് പ്രൊവൈഡ് സൊല്യൂഷൻസ്, അതായത് യഥാർത്ഥ ലോകത്തിന്റെ പ്രശ്നങ്ങള് അത് മനസ്സിലാക്കുകയും അതിന് പരിഹാരം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എന്താണ്? ഇഗ്നോർ ദ റെലവന്റ് ഓഫ് പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ, അതായത് പ്രായോഗിക പ്രത്യാഘാതങ്ങൾ, അതിന്റെ പ്രസക്തി അവഗണിക്കുക, ഇഗ്നോർ ചെയ്യുക എന്നുള്ളതാണ് അർത്ഥാക്കണത്. അപ്പൊ ഇതിലെ ഏതാണ് നമുക്ക് പ്രായോഗിക ഗവേഷണം പ്രധാനമായും നടത്തുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആൻസർ എന്താവും നോക്കൂ. അതായത് അഡ്രസ് സ്പെസിഫിക് റിയൽ വേൾഡ് പ്രോബ്ലം ആൻഡ് പ്രൊവൈഡ് സൊല്യൂഷൻ അല്ലേ. അതായത് യഥാർത്ഥ ലോകത്തിലെ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിനെന്തൊക്കെ ചെയ്യേണ്ടത് വെച്ചെങ്കിൽ അത് ചെയ്യുക എന്നുള്ളതാണ് അർത്ഥാക്കണത്. അപ്പൊ നമുക്ക് ആൻസർ എന്ത് പറയാം? ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ ടേം ഹൈപ്പോത്തസിസ് ഇൻ റിസർച്ച് റെഫേഴ്സ് ടു, ഹൈപ്പോത്തസിസ് എന്നുള്ളത് ഒരു ഗവേഷണത്തിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്? എ പ്രൂവൺ ഫാക്ട്, അതായത് ഒരു തെളിയിക്കപ്പെട്ട വസ്തുത എന്നുള്ളതാണ് എ പ്രൂവൺ ഫാക്ട് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? എ ടെനറ്റീവ് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ക്യാൻ ബി ടെസ്റ്റഡ് ആൻഡ് വെരിഫൈഡ്, അതായത് പരിശോധിക്കുക, പുനഃപരിശോധിക്കുക, അങ്ങനെയുള്ള ഒരു തൽക്കാലത്തേക്ക് വേണ്ടിയുള്ള പ്രസ്താവന, സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ പ്രസ്താവന. അല്ലെങ്കിൽ എന്താണ് നെക്സ്റ്റ്? എന്താണ്? ഇഗ്നോറിങ് ദ നീഡ് ഫോർ സിസ്റ്റമാറ്റിക് എൻക്വയറി, അങ്ങനെ പറഞ്ഞ എന്താണെന്ന്? അതായത് അന്വേഷണത്തിന്റെ ആവശ്യകത വർദ്ധിക്കുന്നു എന്നുള്ളത്. ഫൈനൽ സൊല്യൂഷൻ ഓഫ് ദ റിസർച്ച് പ്രോബ്ലം, അതായത് ഗവേഷണത്തിന്റെ അന്തിമ പരിഹാരം.
എന്താണ് ഈ ഹൈപ്പോത്തസിസ് എന്നതുകൊണ്ട് അർത്ഥമാക്കണത് എന്നാണ് ചോദിച്ചിരിക്കണേ. അപ്പൊ നമുക്ക് എന്താ പറയാൻ പറ്റുക? എ ടെനേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ക്യാൻ ബി ടെസ്റ്റഡ് ആൻഡ് വെരിഫൈഡ് എന്നുള്ളതാണ് ആൻസർ. Next question, what is a key consideration during the data collection phase of research? റിസർച്ചിന്റെ ഡാറ്റ കളക്ഷൻ എന്നുള്ള, റിസർച്ച് എന്ന് പറഞ്ഞ ഗവേഷണം, ഡാറ്റ ശേഖരണത്തിൽ ഒരു പ്രധാന പരിഗണന ഉള്ളത് എന്തിനാണെന്ന്. മിനിമൈസിങ് ദ ഡൈവേഴ്സിറ്റി ഓഫ് ഡാറ്റ സോഴ്സ്, അതായത് വൈവിധ്യം കുറയ്ക്കൽ എന്നുള്ളതാണ് അർത്ഥാക്കുന്നത്. ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വൈവിധ്യം, ഡാറ്റ സ്രോതസ്സുകളുടെ വൈവിധ്യം കുറയ്ക്കുക എന്നുള്ളതാണ് അർത്ഥാക്കണേ. കളക്ടിങ് ഡാറ്റ വിത്തൗട്ട് എ സ്പെസിഫിക് പ്ലാൻ, ഒരു പ്രത്യേക പദ്ധതി ഇല്ലാണ്ട് ഡാറ്റ ശേഖരിക്കുക. അല്ലെങ്കിൽ എന്താണ്, എൻഷുറിങ് ഡാറ്റ റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി, ഡാറ്റയുടെ വിശ്വാസ്യത, സാധുത എന്നിവ ഉറപ്പാക്കുക. പിന്നെ എന്താണ്, റിലയിങ് സോൾലി ഓൺ സെക്കൻഡറി ഡാറ്റ, അതായത് ദ്വിതീയ ഡാറ്റയെ മാത്രം ആശ്രയിക്കുക എന്നുള്ളത്. അതില് ഏതാണ് ആൻസർ ആയിട്ട് വരിക എന്നാണ് ചോദിച്ചിരിക്കണേ. അപ്പൊ നമുക്ക് ഏത് പറയാം? എൻഷുറിങ് ഡാറ്റ റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡിസ്റ്റിങ്വിഷസ് എക്സ്പെരിമെന്റൽ റിസർച്ച് ഫ്രം അതർ റിസർച്ച് മെത്തേഡ്? ബാക്കിയുള്ള റിസർച്ച് മെത്തേഡിൽ നിന്ന് എക്സ്പെരിമെന്റൽ മെത്തേഡ് എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത് എന്നുള്ളതാണ്. എന്താണ്, വിത്ത് ഹോൾഡിങ് റിസർച്ച് മെത്തേഡ്, ആബ്സെൻസ് ഓഫ് മാനിപ്പുലേഷൻ ഓഫ് വാരിയബിൾസ്, അതായത് കൃത്രിമത്വത്തിന്റെ അഭാവം എന്നുള്ളതാണ്. വേരിയബിളുകളിൽ കൃത്രിമത്വത്തിന്റെ അഭാവം എന്നുള്ളതാണ് അർത്ഥാക്കുന്നത്. ഫോക്കസ് ഓൺ ക്വാളിറ്റേറ്റീവ് ഡാറ്റ കളക്ഷൻ, അതായത് ഗുണപരമായ ഡാറ്റ കളക്ട് ചെയ്യുക, അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. കൺട്രോൾ ഓവർ ഇൻഡിപെൻഡന്റ് വാരിയബിൾ ടു എസ്റ്റാബ്ലിഷ് കോസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കാര്യകാരണ ബന്ധം സ്ഥാപിക്കുന്നതിന് വേരിയബിളുടെ നിയന്ത്രണം എന്നുള്ളതാണ് അർത്ഥാക്കണേ. പിന്നെ എന്താണ്, റിലയൻസ് ഓൺ നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ, അതായത് സ്വാഭാവിക നിരീക്ഷണങ്ങളെ ആശ്രയിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഏതാണ് എക്സ്പെരിമെന്റൽ മെത്തേഡിനെ മറ്റു മെത്തേഡുകളിൽ നിന്ന് വേർതിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ എന്താണ്, കൺട്രോൾ ഓവർ ഇൻഡിപെൻഡന്റ് വാരിയബിൾസ് ടു എസ്റ്റാബ്ലിഷ് കോസേഷൻ എന്നുള്ളതാണ്. സി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻഫോംഡ് കൺസെന്റ് ഇൻ റിസർച്ച് ഇൻവോൾവ്സ്, അതായത് ഗവേഷണത്തിന് വിവരം അറിയിച്ച സമ്മതപത്രത്തില് എന്തൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. വിത്ത്ഹോൾഡിംഗ് ഇൻഫോർമേഷൻ ഫ്രം പാർട്ടിസിപ്പന്റ് ടു അവോയ്ഡ് ബയാസ്, അതായത് പക്ഷപാതം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പങ്കെടുക്കുന്നവരിൽ നിന്ന് വിവരങ്ങൾ തടഞ്ഞു വെക്കല്. എൻഷുറിംഗ് ദാറ്റ് പാർട്ടിസിപ്പൻസ് ആർ ഫുള്ളി അവെയർ ഓഫ് സ്റ്റഡീസ് പർപ്പസ്, പ്രൊസീജിയർ ആൻഡ് റിസ്ക് ബിഫോർ അഗ്രീയിങ് ടു പാർട്ടിസിപ്പേറ്റ്, പങ്കെടുക്കാൻ സമ്മതിക്കുന്നതിന് മുമ്പ് എന്താണ് ഉദ്ദേശ്യം, എന്താണ് നടപടിക്രമങ്ങള്, അപകട സാധ്യത, ഇവയൊക്കെ പൂർണ്ണമായ അറിവുണ്ടെന്ന് ഉറപ്പുവരുത്തണം. പിന്നെന്താണ്, ഇഗ്നോറിംഗ് ദ നീഡ് ഫോർ ട്രാൻസ്പാരൻസി ഇൻ ദ റിസർച്ച് പ്രോസസ്, ഗവേഷണ പ്രക്രിയയിലെ സുതാര്യതയുടെ ആവശ്യകത അവഗണിക്കുക എന്നുള്ളത്. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്, അതായത് ആ കൺസെന്റില് എന്തൊക്കെ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? എൻഷുറിംഗ് ദാറ്റ് പാർട്ടിസിപ്പൻസ് ആർ ഫുള്ളി അവെയർ ഓഫ് സ്റ്റഡീസ് പർപ്പസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് റിസ്ക് ബിഫോർ അഗ്രീയിങ് ടു പാർട്ടിസിപ്പേറ്റ്. സെക്കൻഡ് മാത്രമാണ് നമുക്ക് ആൻസർ ആയിട്ട് പറയാൻ സാധിക്കുന്നത്. അപ്പൊ 80B എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. On which day is Samvidhan Divas celebrate in our country? സംവിധാൻ ദിവസ് ആഘോഷിക്കുന്നത് നമ്മുടെ അവിടെ നമ്മുടെ കൺട്രിയിൽ ഏത് ദിവസമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? നവംബർ 26 ആണ് കേട്ടോ. ബി എന്നുള്ളതാണ് ഓപ്ഷൻ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആൻ interpretation of the Constitution of India is based on the spirit of. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ വ്യാഖ്യാനം ഏത് ആശയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് എന്നുള്ളതാണ്. പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ ആമുഖം, പിന്നെ എന്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് അറിയണല്ലോ, ഡയറക്റ്റീവ് തത്വങ്ങൾ എന്നുള്ളത് ആണ് അർത്ഥാവണ്. പിന്നെ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലികാവകാശങ്ങള്, പിന്നെ എന്താണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, അടിസ്ഥാനപരമായ കടമകൾ. ഇതിലെ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് ആൻസർ പറയാൻ സാധിക്കുക? നോക്കി നോക്കൂ. അതില് പ്രിയാമ്പിൾ ആണ് നമുക്ക് ആൻസർ ആയിട്ട് പറയാൻ സാധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫണ്ടമെന്റൽ റൈറ്റ്സ് ക്യാൻ ബി സസ്പെൻഡഡ് ഡ്യൂറിങ്. എപ്പോഴാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യണേ, താൽക്കാലികമായി നിർത്തിവെക്കണേ എന്നുള്ളതാണ്. അതായത് ദേശീയ അടിയന്തരാവസ്ഥ, അതായത് നാഷണൽ എമർജൻസി, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ എമർജൻസി, സാമ്പത്തിക അടിയന്തരാവസ്ഥ, അല്ലെങ്കിൽ എന്താണ് ബോത്ത് നാഷണൽ ആൻഡ് ഫിനാൻഷ്യൽ എമർജൻസി, രണ്ടും കൂടിയുള്ളത്, അല്ലെങ്കിൽ മുകളിൽ പറഞ്ഞവയൊന്നും അല്ല, നൺ ഓഫ് ദീസ് എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഏതാണ് നമുക്ക് പറയാൻ സാധിക്കുക? നാഷണൽ എമർജൻസി അല്ലെ, അടിയന്തരാവസ്ഥ കാലത്താണ് നമുക്ക് ഏത് ഫണ്ടമെന്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യാൻ സാധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടു അപ്ഹോൾഡ് ആൻഡ് പ്രൊട്ടക്ട് ദ sovereignty, unity and integrity of India is a provision mentioned in ഏതിലാണ്, ഏത് ആർട്ടിക്കിളിലാണ് നമ്മുടെ ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, അഖണ്ഡത എന്നിവ ഉയർത്തിപ്പിടിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ആർട്ടിക്കിൾ ആണ് അതെന്ന്? ഇന്ത്യയുടെ പരമാധികാരം, അഖണ്ഡത, ഐക്യം എന്നിവ ഉയർത്തിപ്പിടിക്കുന്നത്. അപ്പൊ അതിലെ ഏതാണ് ആൻസർ വരിക? ആർട്ടിക്കിൾ 51A ആണ് കേട്ടോ. ആർട്ടിക്കിൾ 51A. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ടു പ്രൈവസി ആസ് എ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഈസ് ഇംപ്ലൈഡ് ഇൻ. റൈറ്റ് ടു പ്രൈവസി എന്ന് പറഞ്ഞാൽ എന്താണ്? മൗലികാവകാശമായി സ്വകാര്യതയ്ക്കുള്ള അവകാശം എന്നുള്ളതാണ്. അത് സ്വകാര്യതയ്ക്കുള്ള അവകാശം സൂചിപ്പിക്കുന്നത് ഏത് ആർട്ടിക്കിൾ ആണ് എന്നാണ്. അതിലെ ഏതാണ് ആൻസർ വരിക? ആർട്ടിക്കിൾ 21 ആണ് കേട്ടോ. ആർട്ടിക്കിൾ 21, റൈറ്റ് ടു പ്രൈവസി ആസ് എ ഫണ്ടമെന്റൽ റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു കോൾഡ് ദ പ്രിയാമ്പിൾ ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? ഭരണഘടനയുടെ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അത് പണ്ഡിറ്റ് താക്കൂർദാസ് ഭാർഗവ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് നോൺ ആസ് ദ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ? അതായത് ചെറിയ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതെന്ന് പറയാം നമുക്ക്? 42nd അമെൻമെന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ rights was considered as the heart and soul of the Indian Constitution by Dr. B.R. Ambedkar? അതായത് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്, ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അല്ലെ, ഭരണഘടനാ പരിഹാരങ്ങൾക്കായിട്ടുള്ള അവകാശം എന്നുള്ളതാണ് ആൻസർ വരിക. അപ്പൊ 88 എന്താണ്? ഡി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ safeguard the rights of minorities to establish and run educational institution of their own liking? അതായത് ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഇഷ്ടാനുസരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും നടത്താനുള്ള അവകാശം അത് ഏതിലാണ് പറഞ്ഞിരിക്കണെന്നാണ് ചോദിച്ചിരിക്കണേ. ഏത് ആർട്ടിക്കിൾ ആണെന്ന്? ആൻസർ എന്താണ് വരിക? ആർട്ടിക്കിൾ 30 എന്നുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
റൈറ്റ് ടു പ്രോപ്പർട്ടി ഈസ് എ എന്താണ് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വത്തവകാശം അല്ലെ? സ്വത്തവകാശം ഒരു മൗലിക അവകാശമാണോ അതോ ഭരണഘടനാ അവകാശമാണോ? മൗലികവും ഭരണഘടനയുമായ അവകാശമാണോ അല്ലെങ്കിൽ ഇത് രണ്ടും അല്ല എന്നുള്ളതാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? നമുക്ക് പറയാം സ്വത്തവകാശം എന്താണ്? ഭരണഘടനാപരമായ അവകാശം അല്ലെ സ്വത്തവകാശം എന്നുള്ളത്. അപ്പൊ ബി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരാം. Next question. Which organization released the impact of disaster on agriculture and food security? ഏത് ഓർഗനൈസേഷൻ ആണ് കൃഷിയിലും പിന്നെ ഭക്ഷ്യസുരക്ഷയിലും ദുരന്തത്തിന്റെ ആഘാതം പുറത്തുവിട്ട സംഘടന എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏത് സംഘടനയാണ്? നബാർഡാണോ, നീതി ആയോഗ് ആണോ, FAO ആണോ, UNEP ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആൻസർ എന്താണ് പറയാ? FAO എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഇയർ ദ കേരള സ്റ്റേറ്റ് ലിറ്ററസി മിഷൻ അതോറിറ്റി വാസ് സെറ്റപ്പ്? എപ്പോഴാണ് സാക്ഷരതാ മിഷൻ അതോറിറ്റി സ്ഥാപിച്ചത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാണ് ആൻസർ വരിക? 1998 ബി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു വാസ് ദ ഫസ്റ്റ് നോൺ ബ്രാഹ്മിൻ ടു റിംഗ് ദ ടെമ്പിൾ ബെൽ ഓഫ് ദ ഫേമസ് ഗുരുവായൂർ ടെമ്പിൾ? അതായത് പ്രശസ്തമായ ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ ആദ്യത്തെ ബ്രാഹ്മണൻ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താന്ന് പറയാം? അതിലേതാണ് ആൻസർ ആയിട്ട് വരിക? നോക്കി നോക്കൂ. പി കൃഷ്ണപിള്ളയാണ് അല്ലെ? പി കൃഷ്ണപിള്ളയാണ് കേട്ടോ. നോൺ ബ്രാഹ്മിൺ ആണ് ചോദിച്ചിരിക്കണേ കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഇയർ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് കിഫ്ബി വാസ് എസ്റ്റാബ്ലിഷ്ഡ്? എപ്പോഴാണ് കിഫ്ബി തുടങ്ങിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 11/11/1999 കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് മലയാളി മെമ്മോറിയൽ? മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധമുള്ളത് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ്? The Malayali Memorial was a petition given in 1891 during the time of Sri Moolam Tirunal Maharaja. Barrister G.P. Pillai was the leader of Malayali Memorial. K.P. Shankara Menon first signed the Malayali Memorial. In Travancore, political agitation started in 1891 with Malayali Memorial. ഇതിലെ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ആദ്യം പറഞ്ഞത് എന്താണ്? മലയാളി മെമ്മോറിയല് ആരാണ്? ശ്രീമൂലം തിരുനാളാണോ? ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് 1891 നടങ്ങിയ ഒരു നിവേദനമാണോ മലയാളി മെമ്മോറിയൽ എന്നുള്ളതാണ് ആദ്യത്തെ നമുക്ക് നോക്കേണ്ടത് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് അതിൽ കറക്റ്റ് ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തെഴുതാം? ഇതില് അതായത് ഇത് മലയാളി മെമ്മോറിയല് ആരാണ്? ശ്രീമൂലം തിരുനാൾ മഹാരാജാവാണ്. പിന്നെ എന്താണ്? ബാരിസ്റ്റർ G.P. പിള്ളയാണ് അതിന്റെ നേതാവ്. KP ശങ്കരമേനോനാണ് ആദ്യമായി ഒപ്പുവെച്ചത്. അതും ശരിയാണ്. ഇൻ ട്രാവൻകൂർ പൊളിറ്റിക്കൽ ആജിറ്റേഷൻ സ്റ്റാർട്ടഡ് ഇൻ 1891 ഇൻ വിത്ത് മലയാളി മെമ്മോറിയൽ. അതും ശരിയാണ് അല്ലെ? അപ്പൊ ഏതാണ്? ഓൾ ഓഫ് ദ എബവ് എന്നുള്ളതല്ലേ ആൻസർ. അപ്പോൾ എന്താണ്? ഡി എന്നുള്ളതാണ് ഓപ്ഷൻ ആയിട്ട് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following statement is or are wrong about Anna Chandy? First woman judge of India. She was born in 1905. Jeevitha Katha is the autobiography of Anna Chandy. She founded and edited journal Srimati.
ഇതില് ഏതൊക്കെയാണ് അന്ന ചാണ്ടിയെ കുറിച്ച് ഉള്ള പ്രസ്താവനയിൽ തെറ്റ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഏതാണ് തെറ്റായിട്ടുള്ളത് ഇതില്? അതായത് ജീവിത കഥ ഈസ് ദ ഓട്ടോബയോഗ്രഫി ഓഫ് അന്ന ചാണ്ടി എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ ഓൺലി 3, അതായത് സി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഈസ് ദ ഓഥർ ഓഫ് ദ ബുക്ക് ആത്മവിലാസം? ആത്മവിലാസം എന്ന ബുക്ക് ആരാണ് എഴുതിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആത്മവിലാസം എന്നുള്ളത് ശ്രീനാരായണ ഗുരുവിന്റെ ആണ് കേട്ടോ. അപ്പൊ എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ റോങ്? The Nair Service Society was founded in 1916. The temple entry proclamation was signed by Sri Chitra Tirunal on the eve of his 24th birthday. A.G. Velayudhan was killed in a police lath charge during Palayam Satyagraha. In 1928, Sahodaran Ayyappan became the editor of magazine Yuktivadi. ഇതിലേതാണ് തെറ്റായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിൽ തെറ്റായിട്ടുള്ളത് ഏതാണ്? നായർ സർവീസ് സൊസൈറ്റി വാസ് ഫൗണ്ടഡ് ഇൻ 1916 എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് അതായത് 1914 കേട്ടോ. 14 അതുകൊണ്ടാണ് ഇത് തെറ്റായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ ഓർഗനൈസ്ഡ് സവർണ ജാഥ ഡ്യൂറിങ് വൈക്കം സത്യാഗ്രഹ? വൈക്കം സത്യാഗ്രഹത്തില് സവർണ ജാഥ ആരാണ് നേതൃത്വം നൽകിയത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തെഴുതാൻ പറ്റും നോക്കൂ. ആൻസർ ഏതൊക്കെയാണ്? മന്നത്ത് പത്മനാഭൻ ഉണ്ട്, ടി കെ മാധവൻ, കെ കേളപ്പൻ, എ കെ ഗോപാലൻ. ഇതിലേതാണ്? മന്നത്ത് പത്മനാഭനാണ് അല്ലെ വൈക്കം സത്യാഗ്രഹത്തിന് സവർണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ ഈസ് അപ്പോയിന്റഡ് ആസ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ? അത് അന്നത്തെ ഒരു കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചോദിച്ചതാണ്. നിങ്ങൾ ഓർത്തു വെക്കുക, ഇപ്പോഴത്തെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? രവി രഞ്ജൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് കേട്ടോ. രവി രഞ്ജൻ. അദ്ദേഹം ചാർജ് എടുത്തത് ഡിസംബർ 15, 2025 അപ്പോൾ അതും ഒന്ന് പഠിച്ചു വെക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.